ഇങ്ങനായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ്, ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ സംഗമത്തെ അഭിസംബോധന ചെയ്ത ഏറെ ബഹുമാന്യയും പ്രിയങ്കരിയുമായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ബഹുമാന്യയായ ശ്രീമതി ദീപാദാസ് മുൻഷി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഡോക്ടർ അറിവഴകൻ, എന്നോടൊപ്പം വിശ്വാസ സംഗമ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യരായ ശ്രീ കെ മുരളീധരൻ, ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബഗനാൻ എം പി, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ PC വിഷ്ണുദാസ്, ശ്രീ AP അനിൽകുമാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന KPCCയുടെ ഉപാധ്യക്ഷന്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, മറ്റ് പ്രിയങ്കരായ നേതാക്കൾ, ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ എൻ്റെ വൈസ് ക്യാപ്റ്റനായി എന്നോടൊപ്പം യാത്ര ചെയ്ത പ്രിയപ്പെട്ട TN പ്രതാപൻ, ജാഥയുടെ കോർഡിനേറ്റർ, ഏറെ പ്രിയങ്കരനായ ശ്രീ അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, മറ്റ് ബഹുമാന്യരായ വൈസ് ക്യാപ്റ്റന്മാരെ, കോർഡിനേറ്റർമാരെ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ ഇന്ന് 4 വിശ്വാസ സംഗമ യാത്രകൾ സമാപിക്കുക. ശബരിമലയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയുടെ തന്ത്രിമാർ താമസിക്കുന്ന മൂലസ്ഥാനമാണ് ചെങ്ങന്നൂർ. അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ നാടിനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 4 വിശ്വാസ സംഗമ യാത്രകൾ ഇവിടെ സമാപിക്കുമ്പോൾ തീർച്ചയായും നാം നൽകുന്ന സന്ദേശം, കോൺഗ്രസ് പാർട്ടി നൽകുന്ന സന്ദേശം, അത് KPC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറി പറഞ്ഞു, നമ്മൾ എക്കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ K മുരളീധരൻ പറഞ്ഞതുപോലെ 2ാമത്തെ വിശ്വാസ സംരക്ഷണ യാത്രയാണ് ഞാൻ നേതൃത്വം കൊടുത്തത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്നത്തെ KPCC വിശ്വാസ സംരക്ഷണത്തിനായി 4 ജാഥകൾ നടത്തുകയുണ്ടായി. അതിലൊരു ജാഥ ആലപ്പുഴയിൽ നിന്ന് പദയാത്രയായി ആലപ്പുഴയിൽ നിന്ന് NH വഴി മാവേലിക്കരയിൽ വന്ന് ചെങ്ങന്നൂർ വഴി പന്തളം വഴി പത്തനംതിട്ടയിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ 2ാമത്തെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കും പാലക്കാട്ട് നിന്ന് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്, അതിനവസരം നൽകിയ KPC പ്രസിഡന്റിനോട്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു ഞാനിവിടെ തോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചു. അതിന് കാരണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ്, ആശീർവാദമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയും അയ്യപ്പസ്വാമിക്ക് വേണ്ടി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി ഈ യാത്രയിലും നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥയിൽ നമ്മൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്, സർക്കാരിൻ്റെ അന്വേഷണ സംഘങ്ങൾ, അതായത് ദേവസ്വം വിജിലൻസും എന്നെ ഹൈക്കോടതി നിയോഗിച്ച നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും
ഈ രണ്ട് അന്വേഷണ പ്രാഥമികമായ നിഗമനം സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 KPC പ്രസിഡന്റ് വായിച്ചു. 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തവും ദേവസ്വം മന്ത്രിയുടെ ഇടപെടലും എല്ലാം വ്യക്തമായിരിക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായി വരുന്ന ചോദ്യം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ കള്ളന്മാരെ, കാട്ടുകള്ളന്മാരെ കണ്ടുപിടിക്കാൻ ദേവസ്വം വിജിലൻസ് ആവുമോ? അതോടൊപ്പം തന്നെ SITക്ക് ആവുമോ? ആവില്ല എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശബരിമല വിശ്വാസികളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ നടന്ന 2016 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കടത്ത്, അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ വെളിച്ചത്ത് വരികയുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഏത് അന്വേഷണവും പ്രതികളെ, മുഖ്യ പ്രതികളെ വെള്ളപൂശും എന്ന കാര്യത്തിൽ സംശയം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ ജാഥ, ഈ വിശ്വാസ സംഗമ യാത്ര ചെങ്ങന്നൂരിൽ സമാപിച്ചപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ എത്തിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഈ യാത്രയുടെ ഒരു വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. എന്നാൽ വിശ്വാസികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടയച്ചതിനെതിരായി, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാത്തതിലും വലിയ പ്രതിഷേധത്തിലായി. നമ്മൾ ഉന്നയിച്ച ആവശ്യം തന്നെയായിരുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൂളായി ഇറങ്ങി വരുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ പൊതുജന വികാരം, അതോടൊപ്പം വിശ്വാസികളുടെ വികാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിൽ അതിഭയങ്കരമായ, അതിശക്തമായ പ്രതിഷേധമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസ സംഗമ യാത്ര ചെങ്ങന്നൂർ എത്തിയപ്പോൾ തന്നെ ഇത് വിജയിച്ചിരിക്കുന്നു എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അറസ്റ്റ്. ഇതുകൊണ്ടായോ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനാവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുത്താല്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തയച്ചതാര്? അതിന് തീരുമാനമെടുത്തതാര്? നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. ദേവസ്വം മാനുവൽ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ വേണ്ടി പല സ്ഥലത്തേക്കും കൊടുത്തുവിട്ടത്. ചെന്നൈയിലേക്കും ബാംഗ്ലൂരും ഹൈദരാബാദ്. തിരിച്ചു വന്നപ്പോൾ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊരു മറിമായമാണ്! എത്ര കിലോഗ്രാം സ്വർണം കൊണ്ടുപോയി? എത്ര കിലോഗ്രാം സ്വർണം തിരിച്ചു വന്നു? കൊണ്ടുപോയ സ്വർണത്തിന് പകരം ചെമ്പുപാളികൾ എങ്ങനെയാണ് എത്തിയത്? ഇതൊക്കെ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ടാണ് അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ 1-ാം പ്രതി സ്ഥാനത്ത് ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് എന്ന് കണ്ടെത്തിയത്. ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നിലവിലുള്ള ദേവസ്വം ഭരണസമിതിക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന് പറയുന്ന കാരണം എന്താണ്? ശബരിമല തീർത്ഥാടനം അടുത്തിരിക്കുന്നു. ഇനി ഒരു പുതിയ ഭരണസമിതി വന്നാൽ അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഈ ഭരണസമിതി തന്നെ തുടരണം എന്നാണ്. നിങ്ങൾക്കറിയാമോ, ബഹുമാനായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആദ്യത്തെ ഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. 4 വർഷമായിരുന്നു കാലാവധി. പ്രയാർ ഗോപാലകൃഷ്ണനോട് ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ നടത്തുവാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടപ്പോൾ പരസ്യമായി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ശബരിമലയുടെ ആചാര ലംഘനത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിലാണ് 4 വർഷത്തെ കാലാവധിയുള്ള ദേവസ്വം 2 വർഷമായി ചുരുക്കി
പ്രയാർ ഗോപാലകൃഷ്ണനെയും അന്നത്തെ ഭരണസമിതി പുറത്താക്കിയത്. അതിനുശേഷമാണ് പത്മകുമാർ വന്നത്, അതിനുശേഷമാണ് അനന്തഗോപൻ വന്നത്, അതിനുശേഷമാണ് ഇപ്പോൾ പ്രശാന്ത് വന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ശബരിമലയെ കൊള്ള നടത്താൻ, ശബരിമലയുടെ പരിപാവന തകർക്കാൻ, ശബരിമലയുടെ പവിത്രത തകർക്കാൻ തുടക്കം മുതലേ ശ്രമിച്ചു എന്നുള്ളതാണ്. അതാണല്ലോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആരുമായി ആലോചിക്കാതെ അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സംഘടനകൾ, NSS പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ നിയമസഭയിൽ ചർച്ച ചെയ്യാതെ ഈ സംഘടനകളുമായി ഒന്നും ആലോചിക്കാതെ സുപ്രീം കോടതി വിധി ധൃതി പിടിച്ച് നടപ്പാക്കാൻ ശ്രമിച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? അന്ന് അതിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. നായർ സർവീസ് സൊസൈറ്റി നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ട് യുവതീ പ്രവേശനത്തിന് ശക്തമായി നിലപാട് സ്വീകരിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്തത്? നമ്മൾ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി അന്ന് സർക്കാരിനെതിരായി ശക്തമായ പ്രതിരോധം നമ്മൾ തീർക്കുകയുണ്ടായി. അങ്ങനെ വിശ്വാസികളും കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും, അതിൽ BJP കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ശ്രമിച്ചത്. അന്ന് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന BJP നേതാവ് പറഞ്ഞു, ഇത് 10 വോട്ട് കിട്ടാനുള്ള സുവർണ അവസരമാണ്, ഇത് പരമാവധി മുതലാക്കണമെന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. നമ്മളാരും മറന്നിട്ടില്ല. ഇപ്പോൾ BJPയെ കേൾക്കാനില്ല, BJPയുടെ സാന്നിധ്യം എവിടെയുമില്ല, RSS മിണ്ടുന്നില്ല, വിശ്വ ഹിന്ദു പരിഷത്തിന് സമരം വേണ്ട. ഇപ്പോഴ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി കേരളത്തിലുടനീളം സമരം നടത്തുന്നത്, സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ സമരം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ലാത്തി ചാർജുകൾ എത്ര സ്ഥലത്ത് നടന്നു? എത്ര പേരാ ജയിലിൽ പോയത്? എത്ര പേരാ ഇന്നും ജയിലിൽ കിടക്കുന്നത്? എത്ര പേർക്കാണ് ക്രൂരമായ പോലീസിന്റെ മർദ്ദനമേറ്റത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10 വോട്ടിന് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുമല്ല നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയും അതുപോലെ തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. നമ്മുടെ ലക്ഷ്യം വിശ്വാസികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യം നമ്മുടെ ഓരോ മതങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇന്നലെയും ഇന്നും നാളെയും അങ്ങനെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ BJPയുടെ കപട ഹിന്ദു പ്രേമമാണ്, അവരുടെ കാപട്യം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, വോട്ട് ബാങ്കിന് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഹൈന്ദവ സ്നേഹം മാത്രമാണ് BJPക്കുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, പിണറായി വിജയനെ സഹായിക്കുക, LDF സർക്കാരിനെ സഹായിക്കുക, അതിനുവേണ്ടിയാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. ഇതിലൊരു അന്തർധാരയുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള അന്തർധാര, ആ അന്തർധാര നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ കലിംഗസ്വാമിയുണ്ട്. കലിംഗസ്വാമിയെ കുറിച്ചും ഒന്നും കേൾക്കാനില്ല. ആരാണ് കലിംഗസ്വാമി? നമ്മുടെ TN പ്രതാപന്റെ നാട്ടിലെ MP ആയ സുരേഷ് ഗോപി. അദ്ദേഹം ഇപ്പൊ കലിംഗിന്റെ മോളിൽ ഇരുന്നാണ് ആളുകളുമായി സംവദിക്കുന്നത്. ഈ കാര്യത്തിൽ കലിംഗസ്വാമിയുടെയോ BJPയുടെ നേതാക്കന്മാരുടെ ഒരു അഭിപ്രായവും നമുക്കെവിടെയും കേൾക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് നമ്മുടെ നിലപാട്. ഇവിടെ ചെങ്ങന്നൂരിന്റെ MLAയും മന്ത്രിയുമായ സജി ചെറിയാൻ, അത് പറയാതിരിക്കുന്നു പറഞ്ഞു, അദ്ദേഹം അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തി. എന്താണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ കൊള്ള നടന്നത്, ഏറ്റവും കൂടുതൽ മോഷണം നടന്നത്, ഏറ്റവും കൂടുതൽ അവിടെ അധികാര ദുർവിനിയോഗം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്നാണ്. എന്റെ സജി ചെറിയാനെ, ഇവിടെ KPC പ്രസിഡന്റ് വായിച്ചല്ലോ, വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് കൊടുത്ത, ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ്. അതിൽ എന്നു മുതലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത്, സ്വർണ്ണക്കൊള്ള നടന്നതെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2016 2016 ശേഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 2016 ആരാ അധികാരത്തിൽ വന്നത്? BJP അന്ന് വന്നത് LDF അല്ലേ, പിണറായി വിജയനല്ലേ? അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നീതിമാനായ മുഖ്യമന്ത്രി, അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ തകർക്കാൻ സജി ചെറിയാൻ കുറെ നാളുകളായി ശ്രമിച്ചു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ സോളാർ കേസിൽ പെടുത്തുവാൻ വേണ്ടി അതിന്റെ നായികയെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്ത് ഉമ്മൻചാണ്ടിക്കെതിരായി മൊഴി പറയാൻ ശ്രമിച്ചയാളാണ് സജി ചെറിയാൻ. അതുപോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി വിടുന്നില്ല സജി ചെറിയാൻ.
ഇപ്പോൾ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ മൊത്തം ഉത്തരവാദിത്വവും ഉമ്മൻചാണ്ടി സർക്കാരിനാണ് വരുത്തി തീർക്കാൻ ഇവിടുത്തെ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ ശ്രമിച്ചത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. ഞാൻ ഒരു കാര്യം സജി ചെറിയാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനും കരുത്തനുമാണ് മരിച്ച ഉമ്മൻചാണ്ടി എന്ന് സജി ചെറിയാൻ ഓർക്കണം. അതുകൊണ്ട് ഇപ്പോഴും മരിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്ന സജി ചെറിയാന്റെ നിലപാട് അത് ഇവിടുത്തെ വിശ്വാസി സമൂഹം അംഗീകരിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മള് EMS-നെ കുറിച്ച് വിമർശിക്കാറില്ല, നമ്മള് മൺമറഞ്ഞ വൈകെ നായനാരെ കുറിച്ച് വിമർശിക്കാറില്ല, മരിച്ചതിന് ശേഷം നമ്മൾ അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ വിമർശനമൊന്നും ഉന്നയിക്കാറില്ല. പറയാനാണെങ്കിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വിമർശിക്കും. പക്ഷേ മരണാനന്തരം നമ്മൾ അത്തരം നേതാക്കളോട് ബഹുമാനം, ആദരവാണ് നമുക്കുള്ളത്. അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും അവരെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു മന്ത്രിയുടെ പദവിക്ക് ചേർന്നതല്ല എന്ന് സജി ചെറിയാനെ ഓർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന് എന്ന് പറയാനുള്ള തൊലിക്കെട്ടി, അത് കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കെട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല എന്ന് പറയാൻ ഞാൻ. അതുകൊണ്ട് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എക്കാലത്തും ഈ സജി ചെറിയാൻ നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം ഭരണഘടനയെ കുന്തവും കുടച്ചെറുക്കുമെന്ന് വിശേഷിപ്പിച്ചു. അത് ഓരോരോ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി വിമർശിക്കുന്നു. ഒരു സാംസ്കാരിക മന്ത്രി പറയാൻ പാടില്ല, ഒരു സാംസ്കാരിക മന്ത്രിയുടെ നിലവാരത്തിൽ പറയുന്നതിന് പകരം ഇത്തരം പ്രസ്താവനകൾ നടത്തി ഈ കുറ്റവാളിയെ, ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടത്തിയ കുറ്റവാളികളെ രക്ഷിക്കുവാൻ വേണ്ടി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ 9 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ അത് UDF-ന്റെ തലയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ആര് വിശ്വസിക്കുക? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? വ്യക്തമായ സത്യവാങ്മൂലം നമ്മുടെ മുന്നിലുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അത്തരം ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശബരിമലയിൽ സംഘർഷഭൂമിയാക്കിയിട്ടുണ്ടോ? ശബരിമലയിലെ പരിപാലനം തകർക്കാൻ ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തെന്താണ്? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമലയിൽ എത്തിച്ചേരുന്ന കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അന്ന് അധികാരത്ത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ നിന്ന് 300 ഏക്കർ വനഭൂമി നേടിയെടുത്തതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നേട്ടം. ആ 300 ഏക്കർ ഭൂമി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏറ്റെടുത്തു. അതിനുശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കേന്ദ്രത്തിൽ നേടിയെടുത്ത 300 ഏക്കർ വനഭൂമി അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അന്ന് അധികാരത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞോ? അത് ഏതെങ്കിലും ഈ 300 ഏക്കർ സ്ഥലത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി പമ്പയിൽ. അതൊരു തട്ടിപ്പായിരുന്നു. അത് യഥാർത്ഥത്തിൽ അയ്യപ്പന്മാർക്ക് വേണ്ടിയാണ്, യഥാർത്ഥത്തിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, 3-4 മാസം മാത്രമേ ഉള്ളൂ. 9 വർഷക്കാലം ഭരിച്ചിട്ട് ശബരിമലയെ കുറിച്ച് ഓർക്കാത്തവർ, 9 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ ശബരിമലയുടെ വികസനത്തിന് ചെറുവിരൽ അനക്കാത്തവർ, ഉമ്മൻചാണ്ടി കേന്ദ്ര ഗവൺമെന്റ് നേടിയെടുത്ത 300 ഏക്കർ വനഭൂമിയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ അതിന് സമയം കണ്ടെത്താൻ കഴിയാത്ത പിണറായി വിജയനും ഈ ഗവൺമെന്റും എന്താണ് ചെയ്തത്? 1 മാസത്തിന് മുമ്പ് ശബരിമലയിൽ പമ്പാ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം. എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? ശബരിമലയുടെ വികസനം അല്ല, മറിച്ച് ഈ ശബരിമലയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന സ്പോൺസർമാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ പിഴിയുക, എന്നിട്ട് അവരെ കൂടെ നിർത്തുക. എത്ര കോടിയാ ചെലവാക്കി? 8 കോടി രൂപയാണ് ചെലവാക്കിയത്. കോടതി പറഞ്ഞത് എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് 1 പൈസ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവാക്കില്ലെന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ 7000 പേര് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. എത്ര പേര് പങ്കെടുത്തു?
300 പേരോ 400 പേരോ, കസേരകളെല്ലാം കാലിയായിരുന്നു, തട്ടിപ്പായിരുന്നു എന്ന് എല്ലാവർക്കും വ്യക്തമായി. ആ അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ ചെലവാക്കിയെന്ന് പറഞ്ഞാൽ ധൂർത്താണ്. ധൂർത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. അതുകൊണ്ട് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്കോ യാതൊരു പ്രയോജനം ചെയ്യാതെ ഇവിടുത്തെ ഹൈന്ദവ വോട്ടിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അടുത്ത 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നടത്തിയ ഒരു തട്ടിക്കൂട്ട് സംഗമമെന്നാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നത് ഈ വിശ്വാസ സംരക്ഷണ യാത്ര തീർച്ചയായും ഇവിടെ നേരത്തെ ശ്രീ കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ച പോലെ ഞങ്ങൾ കടന്നു വന്ന വഴികളിലെല്ലാം ഞങ്ങൾക്ക് ആവേശകരമായ പിന്തുണയാണ് ലഭിച്ചത്. വിശ്വാസി സമൂഹം ഒന്നടങ്കം നമ്മുടെ വിശ്വാസ സംരക്ഷണ യാത്രയെ അനുകൂലിക്കുകയും അവരുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായി. ഞാൻ പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, അതുപോലെ തന്നെ ഗുരുവായൂരും തൃശ്ശൂർ തെക്കിൻകാട് മൈതാനം വടക്കുന്നാഥന്റെ മുന്നിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമുള്ള പര്യടനം ഞാനും ശ്രീ പ്രതാപൻ നയിച്ച ഈ ജാഥ വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംഗമം, ഈ വിശ്വാസ സംഗമ യാത്ര ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ യാത്രയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വിശ്വാസികൾക്കൊപ്പം നമ്മളുടെ നിലപാട് വ്യക്തമാക്കുക. വിശ്വാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി എക്കാലത്ത് നിലകൊള്ളുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ പന്തളത്തേക്കുള്ള പദയാത്രയും അവിടെ നടക്കുന്ന സമ്മേളനവും വൻപിച്ച വിജയമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയിരക്കണക്കിന് വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തീർച്ചയായും ഗവൺമെന്റ് അംഗീകരിക്കണം. വാസവനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. എങ്കിൽ മാത്രമേ അയ്യപ്പ ഭക്തന്മാർക്ക് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. മന്ത്രി വാസവൻ ഇനിയും മന്ത്രിയായി തുടർന്നാൽ, ഈ ദേവസ്വം ബോർഡ് തുടർന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. അതോടൊപ്പം തന്നെ ശബരിമല നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികളെ, അതിന് ഉത്തരവാദികളെ സംരക്ഷിക്കുന്ന ഒരു നടപടി ഇവരുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് ദേവസ്വം മന്ത്രി വാസവന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. അയ്യപ്പ ഭക്തന്മാരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പ ശാപമേറ്റ് നിങ്ങൾക്ക് ജനകീയ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അയ്യപ്പ ശാപമേറ്റ് ഈ സർക്കാർ തീർച്ചയായും താഴെ വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അത്രയ്ക്ക് ശക്തിയുള്ള ശബരിമല അയ്യപ്പൻ, ആ ക്ഷേത്രം, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സംരക്ഷിക്കുവാൻ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്നോടൊപ്പം ഈ ജാഥയിൽ വൈസ് ക്യാപ്റ്റനായി യാത്ര ചെയ്ത ശ്രീ ടി എൻ പ്രതാപിന് വേണ്ടി ഞങ്ങളുടെ യാത്ര ഇവിടെ വൻപിച്ച സ്വീകരണം നൽകിയ, വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആവേശകരമായ വരവേൽപ്പ് നൽകിയ എല്ലാ പാർട്ടി പ്രവർത്തകരോടും ജനാധിപത്യ വിശ്വാസികളോടും ഈശ്വര വിശ്വാസികളുടെ എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാന്യായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP.